ശ്രീ ബാബു എബ്രഹാം എഴുതിയ മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ എന്ന പുസ്തകം കണ്ണുനീരോടെയല്ലാതെ വായിച്ചു തീർക്കുക അസാധ്യമാണ്. ആരും ഇത്രമാത്രം വേദനയോടെ ഒരു പുസ്തകം വായിച്ചിട്ടുണ്ടാവുകയുമില്ല. വേദനകളുടെയും കണ്ണുനീരിൻ്റെയും മധ്യേയുള്ള ബാബു എബ്രഹാം എന്ന മനുഷ്യൻ്റെ അതിജീവന ശ്രമമാണ് ഈ പുസ്തകം. സഹനങ്ങളുടെ കാൽവറി താണ്ടുവാൻ ദൈവപുത്രന് കരുത്തു പകർന്ന ആ അമ്മ മറിയം പോലെ സഹനങ്ങളുടെ കുത്തൊഴുക്കിൽ ബാബു എബ്രഹാം എന്ന മനുഷ്യനെ ഉറപ്പിച്ചു നിർത്തുവാൻ ഒരു അമ്മ മറിയം അനുഭവിച്ച വ്യതകളുടെ നൊമ്പരങ്ങൾ ഈ പുസ്തകത്താളുകളിൽ നമുക്ക് അനുഭവിച്ചറിയുവാൻ സാധിക്കും. എവിടെയാണ് ദൈവമുഖത്തെ പ്രതിഫലിപ്പിക്കുവാൻ സാധിക്കുന്നത്? ഈ പുസ്തകത്തിൻ്റെ പല താളുകളും ഉയർത്തുന്ന ഒരു ചോദ്യമാണ് ഇത്. അതിനുള്ള ഉത്തരവും ഈ ഗ്രന്ഥം തന്നെ നമുക്ക് നൽകുന്നുണ്ട്. നീ പറന്നുയരുമ്പോഴും ഇരുട്ടിൽ പറക്കാൻ അറിയാതെ തപ്പിത്തടയുന്നവർക്കായി ഒരു കരുതൽ വേണം. അതാണ് മനുഷ്യനാകാനുള്ള ദൈവവിളി. തീവ്രമായി അഭിലഷിച്ച് പിന്തുടരുന്ന ലക്ഷ്യങ്ങൾ ആർക്കും നമ്മിൽ നിന്ന് എടുത്തുമാറ്റാനാവില്ല എന്ന് അദ്ദേഹം പറയുന്നത് സ്വന്തം ജീവിതത്തിലൂടെ അത് നമുക്ക് കാട്ടിക്കൊണ്ട് തന്നെയാണ്. അദ്ദേഹം പറഞ്ഞവസാനിപ്പിക്കുന്നതും ഇരുൾ നിറഞ്ഞ ജീവിതത്തെ പ്രകാശിപ്പിച്ച ചില ജീവിതങ്ങളെ അടയാളപ്പെടുത്തിക്കൊണ്ടാണ്. അതൊരു വെല്ലുവിളി കൂടെയാണ്. അർത്ഥം തിരയുന്ന ജീവിതങ്ങൾക്ക് പ്രതീക്ഷകൾ പകരുവാനുള്ള ക്ഷണവും അതിലുണ്ട്. എൻ്റെ ഓരോ നേട്ടവും നന്ദി പറയുവാനുള്ള ഓരോ അവസരങ്ങളാണ്. അങ്ങനെയാകുമ്പോൾ അനേകം അവസരങ്ങൾ നന്ദി പറയുവാൻ മാത്രമായി എനിക്ക് ലഭിക്കും. കമ്പിളിക്കണ്ടത്തെ വക്ക് പൊട്ടിയ കൽഭരണിയിൽ ആരൊക്കെയോ കോരി നിറച്ച വെള്ളം പഴക്കമുള്ള മുന്തിയ ഇനം വീഞ്ഞായി മാറിയിരിക്കുന്നു. എൻ്റെ ഈ ജീവിതം എന്നും എപ്പോഴും ഒരു കൃതജ്ഞത ബലിയാണ്. അസാധാരണമായ വായന അനുഭവം അഥവാ ജീവിത അനുഭവം സമ്മാനിച്ച ഒരു നല്ല ഗ്രന്ഥം കമ്പിളിക്കണ്ടത്തെ കൽഭരണികൾ.